പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. 2 അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനുള്ളത്. ആദ്യത്തെ അപ്ഡേറ്റ് കാവേരി എഞ്ചിനെക്കുറിച്ചുള്ളതാണ്. കാവേരി എഞ്ചിന്റെ അപ്ഗ്രേഡഡ് വേരിയന്റാണ് ഡ്രൈ കാവേരി എഞ്ചിൻ. ഇത് ഇന്ത്യയുടെ സ്റ്റെൽത്ത് ബോംബർ ഘാതകിന് വേണ്ടിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2 പ്രോജക്റ്റുകൾക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫ്ലൈറ്റ് വോർത്തി കാവേരി ഡ്രൈ എഞ്ചിൻ ഡെവലപ്മെന്റിന് വേണ്ടി 472.42 കോടി രൂപയും ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ഓഫ് കാവേരി ഡെറിവേറ്റീവ് ഡ്രൈ എഞ്ചിന് വേണ്ടി 251.17 കോടി രൂപയുമാണ് അനുവദിച്ചത്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി മൊത്തം 29,558.66 കോടി രൂപ റിസർച്ചിനായി ഇന്ത്യൻ ഗവൺമെന്റ് DRDOയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. കാവേരി എഞ്ചിന് അനുവദിച്ചിരിക്കുന്ന തുക ഏത് വർഷമാണ് അനുവദിച്ചത് എന്ന് വ്യക്തമല്ല. എന്നാൽ ഇവ ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഈ തുക ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തതും ഇപ്പോൾ റഷ്യയിൽ ടെസ്റ്റിംഗ് നടക്കുന്ന രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തതും. കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഘാതക് സ്റ്റെൽത്ത് ബോംബറിന് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. റിമോട്ട്ലി പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ്, ഇന്ത്യൻ അൺമാൻഡ് കോംബാറ്റ് ഏരിയൽ വെഹിക്കിൾ, ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നിങ്ങനെ പല പേരുകൾ ഘാതകിനെ വിളിക്കാറുണ്ട്. ഘാതക് ഒഫീഷ്യലായ ഒരു പേരല്ല. ഒഫീഷ്യലായ പേര് DRDO ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കുമ്പോൾ അവയ്ക്ക് നൽകും. ഘാതകിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള 2 പ്രോജക്റ്റുകളാണ് ഫ്ലൈറ്റ് വോർത്തി കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഡെവലപ്മെന്റ്, കാവേരി ഡെറിവേറ്റീവ് ഡ്രൈ എഞ്ചിൻ എന്നിവ. ഇതുകൂടാതെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനുകളും നിർമ്മിക്കുന്നുണ്ട്. നിലവിൽ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ 49 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ത്രസ്റ്റും ഇവ ജനറേറ്റ് ചെയ്യുന്നു. കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ത്രസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് 46 കിലോ ന്യൂട്ടൺ ആക്കിയാണ് ഘാതകിൽ ഉപയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഘാതകിന്റെ ഹീറ്റ് സിഗ്നേച്ചർ അഥവാ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജികളും കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനിൽ ഉപയോഗിക്കുന്നു. ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറയ്ക്കുക എന്നതും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒറിജിനൽ കാവേരി എഞ്ചിനുമായി 75% കോമണാലിറ്റി കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഉണ്ട്. ഘാതകിന്റെ സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുവാൻ സെർപ്പന്റൈൻ എയർ ഇൻടേക്കാണ് ഉപയോഗിക്കുന്നത്. AMCAയിലും ഇതേ തരത്തിലുള്ള എയർ ഇൻടേക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം എയർ ഇൻടേക്കുകളിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള ഹൈ ഡിസ്റ്റോർഷൻ ഫാൻ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന് വേണ്ടി DRDO നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ഒറിജിനൽ കാവേരി എഞ്ചിന്റെ ലോ പ്രഷർ കംപ്രസർ റീഡിസൈൻ ചെയ്ത് കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി മാറ്റിയാണ് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനിൽ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഒറിജിനൽ കാവേരി എഞ്ചിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന പേരിൽ വലിയ കാമ്പയിനിങ് നടന്നിരുന്നു. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉൾപ്പെടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാകാം ഇത്തരമൊരു കണക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തുവിട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് DRDO വിജയകരമായി UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ ULPGM വിജയകരമായി പരീക്ഷിച്ചത്. ULPGMന്റെ വേർഷൻ 3 ആണ് പരീക്ഷിച്ചത്. വേർഷൻ 2 ഇന്ത്യൻ ആർമിക്ക് കൈമാറിയിട്ടുണ്ട്. വേർഷൻ 4ന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവ ചെറിയ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന ഒരു മൈക്രോ മിസൈലാണ്. ഇത്തരം ചെറിയ മിസൈലുകൾ നിർമ്മിക്കുക എളുപ്പമല്ല. കാരണം ഇവയുടെ ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ളവ തീരെ ചെറുതാക്കേണ്ടതായി വരും. പ്രൊപ്പൽഷൻ സിസ്റ്റവും മറ്റ് കമ്പോണന്റുകളും ഉൾപ്പെടെ ചെറുതായതുകൊണ്ട് തന്നെ ഇത്തരം മിസൈലുകൾ നിർമ്മിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ DRDO ഇതിൽ വിജയിച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരം മൈക്രോ മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ. UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ വേർഷൻ 3ൽ ഡ്യുവൽ ചാനൽ സീക്കറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ടാർഗറ്റുകളെ ആക്രമിക്കുവാൻ ഇവയ്ക്ക് കഴിയും. ഇവയ്ക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിലും മരുഭൂമികളിലും ഒരുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇവയ്ക്ക് 2-വേ ഡാറ്റ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ ഡാറ്റ ലിങ്ക് ഉപയോഗിച്ച് മിസൈൽ ഫയർ ചെയ്തതിന് ശേഷം ടാർഗറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുവാൻ സാധിക്കും. ലോക്ക് ഓൺ ആഫ്റ്റർ ലോഞ്ച് എന്നാണ് ഇത്തരം കേപ്പബിലിറ്റിക്ക് പറയുന്നത്. ULPGMന് 3 വ്യത്യസ്തങ്ങളായ വാർഹെഡുകൾ വഹിക്കുവാൻ സാധിക്കും. ആന്റി ആർമർ വാർഹെഡ് ഉപയോഗിച്ച് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള വലിയ പ്ലാറ്റ്ഫോമുകളെ ആക്രമിക്കുവാൻ ULPGMന് സാധിക്കും. പെനിട്രേഷൻ കം ബ്ലാസ്റ്റ് വാർഹെഡ് ഉപയോഗിച്ച് ബങ്കറുകൾ പോലെയുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ വാർഹെഡാണ് പ്രീ ഫ്രാഗ്മെന്റഡ് വാർഹെഡ്.
ഈ മൈക്രോ മിസൈൽ ലോഞ്ച് ചെയ്യുവാൻ ഉപയോഗിച്ച UAV ഇന്ത്യൻ കമ്പനിയായ ന്യൂ സ്പേസ് റിസർച്ച് നിർമ്മിച്ചതാണ്. മറ്റ് പല ഇന്ത്യൻ കമ്പനികളും നിർമ്മിച്ച ഹൈ എൻഡ്യൂറൻസ് ലോങ് റേഞ്ച് UAVകളിലും ഇന്ത്യൻ ആർമി ഇവ ഇന്റഗ്രേറ്റ് ചെയ്യുവാൻ പ്ലാൻ ചെയ്യുകയാണ്. അദാനി, BDL, മറ്റ് 30ഓളം കമ്പനികൾ എന്നിവർ ചേർന്നാണ് ഈ മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. ULPGMന് 6 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. ന്യൂ സ്പേസിന്റെ UAVക്ക് 20 കിലോമീറ്ററാണ് റേഞ്ച്. ശത്രുരാജ്യത്തിന്റെ ഒട്ടുമിക്ക വാഹനങ്ങളെയും മറ്റ് സംവിധാനങ്ങളെയും ആക്രമിക്കുവാൻ ULPGMന് കഴിയും. ഇത് ഇന്ത്യൻ ആർമിക്ക് വളരെ വലിയൊരു കേപ്പബിലിറ്റിയാണ് നൽകുന്നത്. ULPGM മിസൈൽ ഘടിപ്പിച്ച ആയിരക്കണക്കിന് UAVകൾ ഉപയോഗിച്ച് സേഫായ ദൂരത്ത് നിന്ന് ശത്രുക്കളുടെ താവളങ്ങളെയും വാഹനങ്ങളെയും ടാങ്കുകളെയും ആക്രമിക്കുവാൻ ഇന്ത്യൻ ആർമിക്ക് ഇതുവഴി സാധിക്കും. ഇൻഫ്രാറെഡ് സീക്കറാണ് ഈ മിസൈലിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ജാമിംഗ് ഈ മിസൈലുകൾക്കെതിരെ ഫലപ്രദമല്ല. ഇത്തരം UAVകൾ തീരെ ചെറുതാണ്. ULPGM മിസൈലും വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ഡിറ്റക്ട് ചെയ്യുവാനും നശിപ്പിക്കുവാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരം ചെറിയ മൈക്രോ മിസൈലുകളെ മറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. UAVകളും മൈക്രോ മിസൈലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയായതുകൊണ്ട് തന്നെ വളരെ വലിയ നമ്പറുകളിൽ ഇത് ഇന്ത്യൻ ആർമിക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ശത്രുക്കളുടെ ഫോർമേഷൻസിനെയും താവളങ്ങളെയും വലിയ നമ്പറുകൾ UAVകളും ULPGMകളും ഉപയോഗിച്ച് ഇന്ത്യൻ ആർമിക്ക് ആക്രമിക്കുവാൻ സാധിക്കും. ഒന്നോ രണ്ടോ ആക്രമണങ്ങൾ കൊണ്ട് തന്നെ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇന്ത്യൻ ആർമിക്ക് സാധിക്കും. അതുപോലെ തന്നെ സ്വാം ഡ്രോണുകൾ ഇൻജക്ട് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. സ്വാം ഡ്രോണുകൾ എന്നാൽ ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം UAVകളാണ്. ഇവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു കൂട്ടമായിട്ടാണ് പ്രവർത്തിക്കുക. ആക്രമിക്കുന്നതിന് വേണ്ടി പ്രത്യേകം UAVകൾ ഉണ്ടാകും. നിരീക്ഷണങ്ങൾക്ക് വേണ്ടി പ്രത്യേകം UAVകൾ ഉണ്ടാകും. ഇങ്ങനെ ഓരോ കൂട്ടം UAVകൾക്കും പ്രത്യേക തരം റോളുകളും നൽകിയിട്ടുണ്ടാകും. ULPGM ഘടിപ്പിച്ച ഇത്തരം സ്വാം UAVകളുടെ ആക്രമണം തടയുക എന്നത് ഏതൊരു രാജ്യത്തിനും അങ്ങേയറ്റം വെല്ലുവിളിയായിരിക്കും. ULPGMന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് കൂടി എത്തുന്നതോടെ ഇന്ത്യൻ ആർമിയുടെ കരുത്ത് വളരെയധികം വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ്